ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഒരു സ്റ്റോറിയുടെ ഒരു പോർഷനാണ്. ഇത് നമുക്കറിയാവുന്നതാണ്. ഒരു സ്റ്റോറി എന്ന് പറയുമ്പോൾ പാസ്റ്റിൽ സംഭവിച്ച ഒരു കാര്യത്തെക്കുറിച്ചാണ് സാധാരണ നമ്മൾ സ്റ്റോറിയായിട്ട് പറയാറുള്ളത്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു സ്റ്റോറിയിൽ ഒത്തിരി പാസ്റ്റ് ടെൻസിലുള്ള സെൻറ്റൻസുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ പാസ്റ്റ് ടെൻസിലുള്ള അത്തരം സെൻറ്റൻസുകളെയാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ സെൻറ്റൻസ് നോക്കാം. ഇറ്റ് വാസ് എ ഹോട്ട് സമ്മർ നൈറ്റ് എബൌട്ട് 10 o'clock. ഫസ്റ്റ് സെൻറ്റൻസ് നോക്കൂ. അതിൽ ഇറ്റ് വാസ് എ ഹോട്ട് സമ്മർ നൈറ്റ്. ഇവിടെ ഇറ്റ് വാസ് ആണ്. വാസ് എന്ന് പറയുമ്പോൾ ആയിരുന്നു എന്നുള്ള മീനിങ് ആയിരിക്കും വരിക, അല്ലേ? ഇറ്റ് വാസ് എ ഹോട്ട് സമ്മർ നൈറ്റ്. ഇവിടെ സമ്മർ നൈറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ദിവസത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ സാധാരണ ഇറ്റ് വെച്ചിട്ടാണ് പറയുക. ഓക്കെ, ഇറ്റ് ഈസ് എ സണ്ണി ഡേ അല്ലെങ്കിൽ ഇറ്റ്സ് എ റെയിനി ഡേ, ഇറ്റ് വാസ് എ റെയിനി ഡേ എന്നൊക്കെ പറയുന്ന പോലെ ഇറ്റ് വാസ് എ ഹോട്ട് സമ്മർ നൈറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു നൈറ്റിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇനി എപ്പോഴാണ് സമയം പറയുന്നത്? എബൌട്ട് 10 o'clock. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താണെന്ന് മനസ്സിലായോ? ഇറ്റ് വാസ് എ ഹോട്ട് സമ്മർ നൈറ്റ്. സമ്മർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാവുന്നതാണ് വേനൽ, അല്ലേ? അപ്പോൾ ഇറ്റ് വാസ് എ ഹോട്ട് സമ്മർ നൈറ്റ്, വളരെ ചൂടുള്ള ഒരു വേനൽ കാലത്തെ രാത്രി സമയമായിരുന്നു അത്. ആ സമയം എപ്പോഴായിരുന്നു? എബൌട്ട് 10 o'clock. ഓക്കെ, ആയിരുന്നു എന്നുള്ളതിന് വേണ്ടിയിട്ടാണ്, എന്ന മീനിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഇറ്റ് വാസ് എന്ന് പറയുന്നത്. ഇത് പാസ്റ്റ് ടെൻസിലാണ്. ഓക്കെ, നെക്സ്റ്റ്. ഐ ഹാഡ് മൈ മീൽ അറ്റ് ദ റെസ്റ്റോറൻറ്റ് ആൻഡ് റിട്ടേൺഡ് ടു മൈ റൂം. ഇതിലെ കഥാകാരനായിട്ടുള്ള ആൾ, ആ ക്യാരക്ടർ പറയാണ്, ഐ ഹാഡ് മൈ മീൽ അറ്റ് ദ റെസ്റ്റോറൻറ്റ് ആൻഡ് റിട്ടേൺഡ് ടു മൈ റൂം. ഐ ഹാഡ് മൈ മീൽ. ഹാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഓക്സിലറി വെർബ് ഹാഡ് അല്ല, പകരം മെയിൻ വെർബായിട്ടാണ് ഹാഡിനെ യൂസ് ചെയ്തിട്ടുള്ളത്. സാധാരണ ഐ ഹാവ് മൈ മീൽ. മീൽ എന്ന് പറഞ്ഞാൽ എന്താ? ഭക്ഷണമാണ്, അല്ലേ? അപ്പോൾ ഐ ഹാവ് മൈ മീൽ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഭക്ഷണം കഴിക്കുന്നു എന്നൊക്കെയാണ് മീനിങ്. ഈ ഹാവിന് കഴിക്കുക എന്ന് പറയുന്ന ഒരു മീനിങ് കൂടിയുണ്ട്. അത് മെയിൻ വെർബായിട്ട് വരുമ്പോൾ നമ്മൾ കഴിക്കുക എന്നുള്ള മീനിങ് ആണ് സാധാരണ കൊടുക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ ഐ ഹാവ് മൈ മീൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഞാൻ എൻ്റെ ഭക്ഷണം കഴിക്കുന്നു എന്നാണ്. എന്നാൽ ഐ ഹാഡ് മൈ മീൽ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം ഇവിടെ പാസ്റ്റ് അല്ലേ കണ്ട്. അപ്പോൾ ഹാവിൻ്റെ പാസ്റ്റ് ആയിട്ടുള്ള ഹാഡ്, കഴിച്ചു എന്നുള്ള മീനിങ്ങിന് വേണ്ടി ഹാഡാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഐ ഹാഡ് മൈ മീൽ, ഞാൻ എൻ്റെ ഭക്ഷണം കഴിച്ചു. എവിടുന്ന്? അറ്റ് ദ റെസ്റ്റോറൻറ്റ്. ഇവിടെ റെസ്റ്റോറൻറ്റിൻ്റെ ഒക്കെ കാര്യം പറയുമ്പോൾ നമ്മൾ ആ ഒരു പ്രത്യേക സ്ഥലത്തെക്കുറിച്ച് പറയുകയാണ്. റെസ്റ്റോറൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ പ്ലേസ് ആണല്ലോ. അപ്പോൾ നമ്മൾ എന്ത് വേണം? അറ്റ് ഇതുപോലെ യൂസ് ചെയ്യണം. അപ്പോൾ ഐ ഹാഡ് മൈ മീൽ അറ്റ് ദ റെസ്റ്റോറൻറ്റ്. ഇനി മറ്റൊരു കാര്യം കൂടി നടന്നു. അതെന്താണ്? ആൻഡ് റിട്ടേൺഡ് ടു മൈ റൂം. പിന്നെന്താണ് സംഭവിച്ചത്? ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ റിട്ടേൺ ടു മൈ റൂം, ഞാൻ എൻ്റെ റൂമിലേക്ക് റിട്ടേൺ ചെയ്തു, തിരിച്ചു വന്നു. അപ്പോൾ ഇങ്ങനെ രണ്ട് കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പറയുന്നത് വേണ്ടിയിട്ട്, അതായത് ഐ ഹാഡ് മൈ മീൽ അറ്റ് ദ റെസ്റ്റോറൻറ്റ്, അതാണ് ആദ്യം നടന്നത്. അതിനുശേഷം റിട്ടേൺ ടു മൈ റൂം. ഇങ്ങനെയുള്ള രണ്ട് സെൻറ്റൻസുകളൊക്കെ ഒന്നിന് ശേഷം മറ്റൊന്ന് നടന്നിട്ടുണ്ടെങ്കിൽ, ഒരു പ്രവൃത്തിക്ക് ശേഷം മറ്റൊരു പ്രവൃത്തി നടന്നിട്ടുണ്ടെങ്കിൽ അതിനെ യോജിപ്പിക്കുന്നതിന് വേണ്ടി, കണക്ട് ചെയ്യുന്നതിന് വേണ്ടി ആൻഡൊക്കെ യൂസ് ചെയ്യാം ഇതുപോലെ. ഓക്കെ, നെക്സ്റ്റ്. I heard a noise from above as I opened the door. I heard a noise from above as I opened the door. I heard, hear എന്ന് പറഞ്ഞാൽ കേൾക്കുക എന്നാണ്. അപ്പോൾ ഇവിടെ പാസ്റ്റ് ആകുമ്പോൾ heard ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ I heard, ഞാൻ കേട്ടു. A noise, ഒരു ശബ്ദം. From above, മുകളിൽ നിന്ന്. As I opened the door. As I opened the door എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അതിൻ്റെ മീനിങ്? ആ ഞാൻ ഡോർ തുറന്നപ്പോൾ, ഓപ്പൺഡ് അല്ലേ, പാസ്റ്റ്. അപ്പോൾ ആസ് ഐ ഓപ്പൺഡ് എന്ന് പറയുമ്പോൾ തുറന്നപ്പോൾ, ഞാൻ തുറന്നപ്പോൾ, എന്ത്? ദ ഡോർ, ഞാൻ ഡോർ തുറന്നപ്പോൾ. അപ്പോൾ ഐ ഹേർഡ് എ നോയ്സ്, ഞാനൊരു നോയ്സ് കേട്ടു, ഒരു ശബ്ദം കേട്ടു. ഫ്രം എബവ്, മുകളിൽ നിന്ന്. ആസ് ഐ ഓപ്പൺഡ് ദ ഡോർ, എപ്പോഴാണ്? ഞാൻ ഡോർ തുറന്നപ്പോൾ. ഇവിടെ നമ്മൾ വെൻ ഐ ഓപ്പൺഡ് ഡോർ എന്ന് പറയണമെന്നില്ല, പകരം എന്ത് പറഞ്ഞാൽ മതി? ആസ് ഐ ഓപ്പൺഡ് ഡോർ എന്ന് പറഞ്ഞാലും മതി. അതാണ് ഇവിടെ ആസ് ഐ ഓപ്പൺഡ് ദ ഡോർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ്. ദ സൗണ്ട് വാസ് എ ഫെമിലിയർ വൺ. ദ സൗണ്ട് വാസ് ഇവിടെ പാസ്റ്റ് ആണ്, അല്ലേ?
ദ സൗണ്ട് വാസ് എ ഫെമിലിയർ വൺ. ഫെമിലിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? പരിചിതമായിട്ടുള്ളത് അല്ലേ? അപ്പോൾ ദ സൗണ്ട് വാസ് എ ഫെമിലിയർ വൺ. അതൊരു പരിചിതമായിട്ടുള്ളൊരു ശബ്ദം ആയിരുന്നു. ഇനി അടുത്തത്, വൺ കുഡ് സേ ദാറ്റ് റാറ്റ്സ് ആൻഡ് ഐ ഷെയർഡ് ദ റൂം. വൺ കുഡ് സേ, ഇവിടെ ഈ കുഡ് എന്ന് പറയുന്നതിൻ്റെ ക്യാനിൻ്റെ ഇപ്പോൾ കഴിയുക എന്നുള്ളതിൻ്റെ പാസ്റ്റ് ആയിട്ടുള്ള കഴിഞ്ഞു എന്നുള്ള അർത്ഥത്തിലല്ല, പകരം വൺ കുഡ് സേ എന്ന് പറയുമ്പോൾ ഒരു പോസിബിലിറ്റിയെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ പറയാം, ഒരാൾക്ക് പറയാം എന്നുള്ള അർത്ഥത്തിലാണ്. വൺ കുഡ് സേ എന്ത് പറയാം? ദാറ്റ് റാറ്റ്സ് ആൻഡ് ഐ ഷെയർഡ് ദ റൂം. ഞാനും ഇപ്പം മുകളിൽ നിന്ന് ശബ്ദം കേട്ടാണല്ലോ ഡോർ തുറന്നപ്പോൾ, അപ്പോൾ ഒരാൾക്ക് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. എന്ത് പറയാം? റാറ്റ്സ് ആൻഡ് ഐ ഷെയർഡ് ദ റൂം. റൂം ഞാനും റാറ്റ്സുമാണ് ഷെയർ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് വേണമെങ്കിൽ പറയാം. എന്ന് വേണമെങ്കിൽ പറയാം എന്നൊക്കെ പറയില്ലേ നമ്മൾ, അതാണ് ഇങ്ങനെ വൺ കുഡ് സേ ദാറ്റ്. ഇനി എന്ത് പറയാം? വൺ കുഡ് സേ എന്ന് പറയുമ്പോൾ ഒരാൾക്ക് പറയാം. എന്ത് പറയാം എന്നുള്ളത് പിന്നീടാണ് പറയുന്നത്. അതെന്താണ്? റാറ്റ്സ് ആൻഡ് ഐ ഷെയർഡ് ദ റൂം. റാറ്റ്സും ഞാനുമാണ് ഈ റൂം ഷെയർ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് പറയാം എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ വൺ കുഡ് സേ എന്നുള്ളതിന് കഴിഞ്ഞിട്ട് ഒരാൾക്ക് പറയാം എന്നുള്ള കാര്യം നമ്മൾ ഒരാൾക്ക് വേണമെങ്കിൽ പറയാം, എന്ത് പറയാം എന്നുള്ള കാര്യം നമ്മൾ കണക്ട് ചെയ്യുന്നതിന് വേണ്ടി, അത് ഇവിടെ എഴുതിയിട്ടുണ്ട്. ആൾക്ക് എന്ത് പറയാം? റാറ്റ് ആൻഡ് ഐ ഷെയർഡ് ദ റൂം. വൺ കുഡ് സേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് പറയാം. എന്ത് പറയാം? റാറ്റ്സ് ആൻഡ് ഐ ഷെയർഡ് ദ റൂം. ഇത് അയാൾ എന്താണോ പറയുന്നത് അത് ഇതാണെന്ന് നമുക്കറിയാം അല്ലേ? ഇതാണെന്ന് നമുക്കറിയാം. അത് ആ സെൻറ്റൻസ് അയാൾക്ക് പറയാവുന്ന കാര്യം എന്താണോ അതിനെ നമുക്ക് ഈ സെൻറ്റൻസിൽ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ദാറ്റ് യൂസ് ചെയ്തത്. ഓക്കെ, വൺ കുഡ് സേ ദാറ്റ്. അയാൾക്ക് എന്താണ് പറയാൻ പറ്റുക അത് പറയുന്നതിന് മുമ്പ് നമ്മൾ എന്ത് വേണം? ദാറ്റ് ഇതുപോലെ യൂസ് ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇവിടെ എലികളും ഞാനും റൂം ഷെയർ ചെയ്തു എന്നുള്ളതാണ് ഈ ഒരു സെൻറ്റൻസിലൂടെ നമ്മൾ പറയുന്നത്. ഇവിടെ ആദ്യം ഇപ്പോൾ എലികളുടെ കാര്യമാണെങ്കിലും റാറ്റ്സിൻ്റെ കാര്യമാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് ഫ്രണ്ട്സിൻ്റെ കാര്യം അല്ലെങ്കിൽ നമ്മൾ മനുഷ്യരുടെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ പോലും മറ്റൊരു ആളും നമ്മളും എന്ന് പറയുന്നത് ഇതുപോലെ പറയുമ്പോൾ റാറ്റ്സ് ആൻഡ് ഐ അല്ലെങ്കിൽ മൈ ഫ്രണ്ട് ആൻഡ് ഐ എന്ന രീതിയിലാണ് നമ്മൾ പറയുക. അതായത് ആദ്യം മറ്റേ ആൾ ആരാണോ അയാളുടെ പേര് പറഞ്ഞതിന് ശേഷം അതിന് ശേഷമാണ് നമ്മുടെ ഞാൻ എന്നുള്ള ആ ഐ ലാസ്റ്റാണ് നമ്മൾ ഇതുപോലെ പറയേണ്ടത്. അല്ലാതെ ഐ ആൻഡ് റാറ്റ്സ് എന്നല്ല സാധാരണ പറയുക. ഇപ്പോൾ എവിടെയാണെങ്കിൽ റാറ്റ്സ് ആൻഡ് ഐ എന്നുള്ളത് ലാസ്റ്റാണ് നമ്മൾ പറയുക. ഓക്കെ, നമ്മളെ പറ്റിയിട്ടുള്ള കാര്യം ആൻഡിന് ശേഷമാണ് സാധാരണ നമ്മൾ പറയാറുള്ളത്. അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഓക്കെ, ഇനി ഐ ടുക്ക്, നെക്സ്റ്റ് സെൻറ്റൻസ്, ഐ ടുക്ക് ഔട്ട് മൈ ബോക്സ് ഓഫ് മാച്ചസ്. ഐ ടുക്ക് ഔട്ട്. ഐ ടേക്ക് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പുറത്തെടുക്കുന്നു. ഐ ടുക്ക് ഔട്ട്, ടേക്കിൻ്റെ പാസ്റ്റാണ് ടുക്ക് അല്ലേ? അപ്പോൾ ഐ ടുക്ക് ഔട്ട് മൈ ബോക്സ് ഓഫ് മാച്ചസ്. ഐ ടുക്ക് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പുറത്തെടുത്തു. മൈ ബോക്സ് ഓഫ് മാച്ചസ്. അപ്പോൾ ബോക്സ് ഓഫ് മാച്ചസ്, തീപ്പെട്ടിക്കുള്ളിയുടെ ആ ബോക്സ് ഞാൻ പുറത്തെടുത്തു. ആൻഡ് ലൈറ്റഡ് ദ കെറോസിൻ ലാമ്പ് ഓൺ ദ ടേബിൾ. പിന്നെന്താണ് ചെയ്തത്? അതിനുശേഷം ആൾ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റഡ് ദ കെറോസിൻ ലാമ്പ് ഓൺ ദ ടേബിൾ. ലൈറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്തിച്ചു എന്നാണ്, വിളക്ക് തെളിയിക്കില്ലേ, അതിനെയാണ് നമ്മൾ എന്താ പറയുക? ലൈറ്റഡ്. ഇതൊരു വെർബായിട്ടും നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ വെർബിൻ്റെ പാസ്റ്റാണ് നമ്മൾ ഈ കാണുന്നത്. ലൈറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് ചെയ്യുക എന്ന് പറയുന്ന വെർബിൻ്റെ പാസ്റ്റായിട്ടാണ് ലൈറ്റഡ് എന്നുള്ളത് ഇവിടെ കാണുന്നത്. അതെന്താണ് ലൈറ്റ് ചെയ്തത്? ദ കെറോസിൻ ലാമ്പ്. കെറോസിൻ ലാമ്പ് എന്ന് പറഞ്ഞാൽ മണ്ണെണ്ണ വിളക്ക്. ഓൺ ദ ടേബിൾ, അത് എവിടെയാണുള്ളത്? ഓൺ ദ ടേബിൾ. ടേബിളിൻ്റെ മുകളിലുള്ള മണ്ണെണ്ണ വിളക്ക് ഞാൻ ലൈറ്റ് ചെയ്തു എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കണ്ട എല്ലാ സെൻറ്റൻസുകളും എന്താണ്? പാസ്റ്റ് ടെൻസിലുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും പാസ്റ്റ് ടെൻസിലുള്ള സെൻറ്റൻസുകളൊക്കെ സ്റ്റോറീസിലൊക്കെ കാണുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിത് കുറേയൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ അറിയിക്കാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.